ഇപ്പോൾ ആ സങ്കടകരമായ വാർത്തയ്ക്കിൽ കൂടുതൽ സങ്കടകരമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ചവരുടെ എണ്ണം 3 എന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. എറണാകുളം മൂവാറ്റുപുഴയിൽ ശക്തമായ കാറ്റും മഴയും. ടാറ്റ മോട്ടോഴ്സ് സർവീസ് സെൻ്ററിൻ്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ തകർന്നു വീണു. നിരവധി കാറുകൾക്ക് കേടുപാടുണ്ടായി. കോട്ടയത്തും മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൊല്ലം പുനലൂർ നെല്ലിപ്പള്ളിയിൽ കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി എന്നിവർ ചേരുന്നു. ആദ്യം ആൻമരിയ സണ്ണിയിലേക്ക്. ആൻമരിയ സണ്ണി, വലിയ നാശനഷ്ടങ്ങളാണോ പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന ശക്തമായിട്ടുള്ള മഴയാണ്. ഈ മഴ മാത്രമല്ല, ആശ്വാസമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ശക്തമായിട്ടുള്ള കാറ്റാണ് വീശുന്നത് പല മേഖലകളിലും. ഈ കാറ്റിലാണ് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയുടെ പല മേഖലകളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ ഷോറൂമിൽ സർവീസ് സെന്ററാണ്. അവിടെ ഉണ്ടായിരുന്ന ആ സർവീസ് സെന്ററിന്റെ മേൽക്കൂരയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന മേൽക്കൂര കാറ്റിൽ തകർന്ന് കാറുകൾക്ക് മുകളിലേക്ക് വീണ് പല കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന മൂവാറ്റുപുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ശക്തമായിട്ടുള്ള കാറ്റും മഴയും മൂവാറ്റുപുഴയിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കോതമംഗലം മേഖലയിലെ പല ഭാഗങ്ങളിലും ഈ മരം കടപുഴകി വീണ വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടമ്പുഴ കുറ്റിയാംചാൽ ഭാഗത്താണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീടിന്റെ മേൽക്കൂര കാറ്റത്ത് പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റിയാംചാൽ സ്വദേശിയുടെ വീടിന്റെ മേൽക്കൂരയാണ് പറന്നുപോയത്. ഒപ്പം തന്നെ പല വീടുകളുടെ മേൽക്കൂര ഭാഗികമായിട്ടും തകർന്നു വീഴുകയും അതോടൊപ്പം തന്നെ പലയിടങ്ങളിൽ കൃഷിത്തോട്ടങ്ങൾ, റബ്ബർ, തേക്ക് മരങ്ങളെല്ലാം കാറ്റത്ത് കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റ് എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളിൽ, മലയോര മേഖലകളിൽ മാത്രമല്ല ഈ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അത് നഗരപ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും മരം കടപുഴകി വീണ വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിലേക്കാണ് വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും വൈദ്യുതിയൊക്കെ ഏകദേശം നിലച്ചമട്ടാണ്. അയ്യങ്കാളി റോഡ്, ജവഹർ റോഡ് എന്നിവിടങ്ങളിലാണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂണിത്തുറയിലെ വീടിന് മുകളിലേക്ക് മരം വീണിട്ടുണ്ട്. അടുക്കള ഭാഗത്തേക്കാണ് മരം വീണിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തൊക്കെ ശക്തമായിട്ടുള്ള കാറ്റും മഴയായതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മുൻഭാഗത്തേക്കായിരുന്നത് കൊണ്ടാണ് വലിയ തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചത്. കാറ്റും മഴയും ശക്തമായിട്ട് പല മേഖലകളിലും ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ആളപായം ഒന്നും ഇതുവരെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.